ഹായ്, എല്ലാ കൂട്ടുകാർക്കും കൂട്ടൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കോഴീനെക്കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കോഴികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ കോഴികൾ മുട്ട നന്നായിട്ട് ഇടുന്നുണ്ട്. മുട്ടയ്ക്കൊന്നും ഒരു കുറവുമില്ല. എന്താ നമ്മുടെ കോഴികളിട്ട മുട്ടയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ കോഴിക്കുട്ടികൾ എന്താ നല്ല മിടുക്കികളായിട്ട്, ആദ്യത്തെ ഇതൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഞാനുമായിട്ട് ഭയങ്കര കൂട്ടാണ്. എന്നെ കാണുമ്പോഴേ കിടന്ന് ചിലയ്ക്കാൻ തുടങ്ങും. ആദ്യമൊക്കെ ഒരു ചെറിയൊരു ഭയത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഞാനുമായിട്ട് നല്ല കൂട്ടും കമ്പനിയാണ്. എന്നെ കാണുമ്പോഴേ കൊക്കോ കൊക്കോ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയും. പിന്നെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ തീറ്റയൊക്കെ കഴിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത്. രാവിലെ നിന്ന് തീറ്റ കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നേരത്തെയൊക്കെ ഫോൺ കാണുമ്പോൾ മാറി മാറി നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഫോൺ കാണുമ്പോൾ അതിലേക്ക് നോക്കും ഞാൻ എന്താ ചെയ്യണത്. കാരണം അത്ര നമ്മളായിട്ട് കമ്പനി ഇത്രയും നാളായില്ലേ, നല്ല കമ്പനി ആയിട്ടുണ്ട്. കണ്ടോ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഓരോന്ന് പറയുമ്പോഴും അവരെന്നെ ഇങ്ങനെ നോക്കുകയാണ്, എന്താ പറയണമെന്ന്. പിന്നെ നമ്മുടെ കോഴികളെല്ലാവരും ഒന്നും ഇപ്പോൾ തന്നെ ഇല്ല. കുറച്ച് അസുഖങ്ങളൊക്കെ വന്ന് ചത്തുപോയായിരുന്നു. കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതൊക്കെ എന്നെ സംബന്ധിച്ച് എന്നെ ഭയങ്കരമായിട്ട് തളർത്തിയൊരു സംഭവമായിരുന്നു. കാരണം നമ്മൾ അതുപോലെ കാശ് മുടക്കി വളർത്തിയിട്ടേ പെട്ടെന്ന് ഓരോ വയ്യാഴിക ഇതൊക്കെ വന്നപ്പം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനോടങ്ങ് അഡ്ജസ്റ്റായി. കാരണം എല്ലാത്തിലും ഉണ്ടാവുമല്ലോ, പൂച്ചകളോ വരെ കുറേ പേര് ചത്തൊക്കെ പോയി. അപ്പോൾ ഇതിലും ഉണ്ടല്ലോ മരണവും ഇതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതുമായിട്ട് അങ്ങ് യോജിച്ച് പോയി. ഇപ്പം എന്തായാലും ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണു. കുറച്ച് പേരെന്തായാലും എന്നെ വിട്ട് പോയി. ഇപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, നല്ല ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ കൂട്ടിലിങ്ങനെ കിടന്ന് വളർന്നത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറക്കുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഒരു വല്ലാണ്ട് പേടിച്ച് അനങ്ങൂല, ആ നിന്ന സ്പോട്ടിൽ തന്നെ നിൽക്കും. ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പുറത്തിറത്തി നിർത്താറുണ്ട്. അപ്പോൾ അങ്ങനേ നിൽക്കും, അനങ്ങൂല. അതാണ് ഇപ്പോഴത്തെ ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയണത്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ, നല്ല കൂട്ടാണ്. നമ്മൾ രാത്രിയിലൊക്കെ കടയടച്ചിട്ട് ഇറങ്ങി വരുമ്പോഴും എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. ഒന്ന് പോയി നമ്മൾ നോക്കിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ഒന്ന് നോക്കണം ആൾക്കാരെ. നോക്കിയില്ലെങ്കിൽ കിടന്ന് എന്തൊക്കെയോ കിടന്ന് ചിലവിലാ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോഴിയുടെ വിശേഷങ്ങൾ. പിന്നെ വീട്ടിലിരിക്കും, എനിക്ക് അന്നും ഇന്നും ഒക്കെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ മാത്രം കോഴീനെ വളർത്താനായിട്ട് പരമാവധി നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ അവരെ ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണ് കൂടുതലും മരണങ്ങളും ഒക്കെ സംഭവിച്ചത്. നമുക്ക് വേണ്ട രീതിയിൽ അവരെ ശ്രദ്ധിക്കാനും ഒന്നും പറ്റാണ്ടായപ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ സമയത്ത് നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർ കോഴീനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം നമുക്ക് ഇടയ്ക്ക് പോയി നോക്കാനും അവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയാനും ഒക്കെ സാധിക്കുമല്ലോ. നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഇടപഴകും. പക്ഷേ ഞാൻ രാവിലെ അവർക്ക് തീറ്റയൊക്കെ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ കടയിലേക്ക് വരും. പിന്നെ വൈകുന്നേരമാണ് അവരുടെ അടുത്ത് ചെല്ലുന്നത്. ഉച്ചയ്ക്കും അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഞാൻ അവരുടെ അടുത്തേക്കൊക്കെ എത്താറുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഓരോരോ പ്രശ്നങ്ങൾ സംഭവിച്ചത്. എന്തായാലും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ശരിക്കും ആദ്യമൊക്കെ ഞാൻ മുട്ട വിൽക്കണതൊക്കെ കണക്കെഴുതി വെക്കുമായിരുന്നു, അവരുടെ ഫുഡ് കഴിഞ്ഞിട്ട് ബാലൻസ് എന്ത് വരുമെന്ന്. പക്ഷെ ഇപ്പോൾ ഒന്നും ഞാൻ എഴുതാറില്ല. അന്ന് കുറേ പേര് നഷ്ടമായതിന് ശേഷം ഞാൻ അങ്ങനെ എഴുതി വെക്കാറൊന്നുമില്ല. കാരണം എന്തോ എനിക്കൊരു എഴുതാൻ തോന്നില്ല. പക്ഷേ ലാഭമാണോ കോഴി വളർത്തുന്ന ലാഭമാണോ എന്ന് ചോദിച്ചാൽ ലാഭമുണ്ട്. കാരണം ഞാൻ ആദ്യത്തെ ഇതിലൊക്കെ എഴുതി വെച്ചപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. കാരണം അവർ തീറ്റ കഴിഞ്ഞ് മേടിച്ചതിന് ശേഷം ബാലൻസ് നമ്മുടെ കയ്യിൽ നല്ലൊരു തുക വരും. പക്ഷേ അത്രയും പേരിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ടൊന്നും വരാറുമില്ല. പിന്നെ അവരുടെ ഫുഡ് വാങ്ങിക്കണമല്ലോ മെയിനായിട്ട്. അതുകൊണ്ട് വലിയ കണക്കൊന്നും ഞാൻ അത്ര ഇതായിട്ട് നോക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കുട്ടികളുടെ വിശേഷങ്ങൾ. എല്ലാവരും നല്ല മിടുക്കി കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട്. ശല്യമില്ല കേട്ടോ, ചുമ്മാ കിടന്നങ്ങനെ വിളിക്കുക എടുക്കുക അങ്ങനെയൊന്നുമില്ല. ആദ്യമൊക്കെ കാക്കേനെയൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അവരെല്ലാമായിട്ടൊന്ന് സെറ്റായി. അതുകൊണ്ട് തന്നെ അങ്ങനെ ബഹളമോ വഴക്കുകളോ ഒന്നും ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ കോഴിക്കുട്ടികളെക്കുറിച്ചുള്ള വിശേഷം.